ഈ സോഷ്യൽ മീഡിയ കൊടുക്കുന്ന മുറി അറിവുകളുണ്ടല്ലോ, ഗർഭിണികൾക്ക് കൊടുക്കുന്ന ആ അല്ലെങ്കിൽ ഇതുമായിട്ട് തീർച്ചയായും. ബന്ധപ്പെട്ട് ഡോക്ടർക്ക് കാണാറുണ്ടായിരിക്കും ഞാൻ സ്വാഭാവികമായിട്ടും. ഇടയ്ക്കൊക്കെ നോക്കും. ആ പക്ഷേ ഇത് എത്രത്തോളം ഡോക്ടറിന്റെ ഒരു വ്യൂ പോയിന്റിൽ ഉണ്ടാക്കുന്ന തീർച്ചയായും അത് ഒരു അപകടം അവിടെ? ഗവൺമെന്റൽ ലെവലിൽ നിയമം തന്നെ കൊണ്ടുവരണം. ഇങ്ങനെ ഹെൽത്ത് ഇൻഫർമേഷൻസ്, ഹെൽത്ത് ടിപ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഈ ഡോക്ടർ എന്ന് ഭാവിക്കുന്ന ആൾക്കാരാണ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്ര വൈറലായിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. ബിസിയായി രോഗി പരിചരണത്തിനിരിക്കുന്നവർക്ക് ഇതിനുള്ള സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഈ അറിവുകൾ പകരാൻ പുതിയൊരു ടെക്നോളജി വരുമ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ആയിരിക്കുകയാണ്, നമുക്ക് ആൾക്കാരെ സേവിക്കാനായിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം. പക്ഷെ വർക്ക് ചെയ്യുന്ന ഒരാൾ, ഞാൻ തന്നെ ശ്രമിച്ചിട്ട് ഇപ്പോൾ 2 കൊല്ലമായി ഒരു വീഡിയോ ഇടാൻ എനിക്ക് പറ്റുന്നില്ല. അങ്ങനല്ല, അറിവുകൾ കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. മനസ്സിലായില്ലേ? എവിടെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ള അറിവുകൾ അങ്ങനെയൊക്കെ വെച്ചാണ് പലരും ഇങ്ങനത്തെ വീഡിയോസ് അതിൽ വീണ് പോകുന്നുണ്ട് ഒരു വിധം അല്ലേ? നല്ലൊരു നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ അവർ പറയുന്നതാണ് ഇവർക്ക് ആക്സെപ്റ്റൻസ്. അതൊരു വലിയ ഡ്രോബാക്ക് ആണ്. സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ അവയർനെസ് കുട്ടികൾക്ക് കൂടിയിട്ടുണ്ട്, ശരിയാണ്. എന്നാലും നമ്മളെ അത് ബാധിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളും ഈക്വലി ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവണം, അല്ലേ? നമ്മളും അതേ രീതിയിൽ പെരുമാറണം. കുറേയൊക്കെ നമുക്ക് സഹായകവുമാണ് ഈ കുട്ടികളുടെ അവയർനെസ്. ടോട്ടലി നമുക്ക് നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ നമ്മൾ പറയുന്നത് പേഷ്യൻസ് മനസ്സിലാക്കും, കേൾക്കും. വളരെ അപൂർവമായിട്ട് ആരെങ്കിലും ചിലപ്പോൾ, അത് നമുക്കിപ്പം എങ്ങനെ വന്നാലും അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറഞ്ഞ പോലെ അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ അവയർനെസ് കൂടിയിട്ടുള്ളതും ടെക്നോളജി അഡ്വാൻസ് ചെയ്തതും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കാൻ കുറെ മെഡിസിൻസ് എഴുതുന്നു. ഞാൻ തുറന്നു ചോദിക്കണം, കുറെ മെഡിസിൻസ് കൂടുതൽ ഓരോന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണു. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഓരോ പ്രോബ്ലംസ് നോക്കിയിട്ട് ബോഡിയുടെ ഓരോ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയിട്ടാണ് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അതിന്? അല്ല സുധി, മെഡിസിൻസ് കൂടുതൽ എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഇപ്പം ഓബ്സ്റ്റെട്രിക്സിന് വളരെ ഒരു ഡിഫറൻസ് ഒന്നും, ഞാനിപ്പോൾ ഒരു 30-35 വർഷത്തെ എക്സ്പീരിയൻസിൽ വളരെ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. മെഡിസിൻസ് അനാവശ്യമായിട്ട് ഡോക്ടർമാർ എഴുതുന്നുമില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് മാറിയിട്ടുണ്ട്. 30 വർഷം മുമ്പുള്ള ഒരു പെൺകുട്ടിയുടെ ശരീരമല്ല ഇന്നത്തെ കുട്ടിയുടെ ശരീരം. ഞാൻ ചോദിക്കാനിരുന്നൊരു പോയിന്റാണ്. തീർച്ചയായും ഞാൻ എൻ്റെ ഈ ഒരു പ്രഗ്നൻസി ആ സമയത്തൊക്കെ എന്നെപ്പോലുള്ളവരുടെ ആവറേജ് വെയ്റ്റ് 50 to 55 kilograms ആയിരുന്നു. ഇന്ന് അങ്ങനെ ഒരു കുട്ടിയെ കാണാൻ കിട്ടത്തില്ല. ഇന്ന് 50 to 55 kilogram എന്ന് പറയുമ്പോൾ അണ്ടർ വെയ്റ്റ് ആണ് എല്ലാവരുടെയും വിചാരം. മനസ്സിലായില്ലേ? പക്ഷെ നമ്മളുടെ ജീൻ മാറിയിട്ടില്ല. നമ്മൾക്ക് മെറ്റബോളിക്കലി നമ്മൾ വെയ്റ്റ് ഗെയിൻ സംഭവിച്ചു കഴിഞ്ഞു. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഒരു കോമൺ ഫാക്ടറായി കഴിഞ്ഞു. ഒബിസിറ്റി അതൊക്കെ വളരെ മോർ ദൻ 50% ആയി കഴിഞ്ഞു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ പോലും ഈ കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ വരേണ്ടി വരുന്നത് പല കാര്യങ്ങൾക്കും.